വേരുകൾ. മലയാറ്റൂർ രാമകൃഷ്ണൻ. ആഫീസിൽ നിന്നും മടങ്ങുമ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു. 4 മണിക്ക് ആരംഭിച്ച കോൺഫറൻസ് 5:30-ക്കെങ്കിലും തീരുമെന്നാണ് രഘു കരുതിയിരുന്നത്. 6 മണിയോടടുത്തിട്ടും അവസാനിക്കുന്ന മട്ടു കാണാത്തപ്പോൾ ധാരമുറിയാതെ സംസാരിച്ചുകൊണ്ടിരുന്ന ഡെപ്യൂട്ടി സെക്രട്ടറി വിക്രമനോട് അയാൾ പറയുകയുണ്ടായി. "ലുക്ക് വിക്രമൻ, ആ പോയിന്റ്സ് എല്ലാം നാം ഒരിക്കൽ കവർ ചെയ്തു കഴിഞ്ഞില്ലേ? " പക്ഷേ വിക്രമൻ സകലയാളുകളെയും ഇംപ്രസ് ചെയ്യാൻ കച്ചകെട്ടി വന്നിരിക്കുകയാണെന്ന് തോന്നി. "നോ സാർ, വാട്ട് ഐ ആം ട്രൈയിങ് ടു സേ ഈസ്. " വിക്രമൻ കീഴടങ്ങിയില്ല. രഘു മനസ്സിൽ കരുതി, "ഐ നോ യു ആർ ഓൺലി ട്രൈയിങ് ടു ബി സ്മാർട്ട്, യു ഫൂൾ. " കോട്ടുവായിട്ടുകൊണ്ട് അശ്രദ്ധനായി അയാൾ നാഴികമണിയിൽ കണ്ണുനട്ടിരുന്നു. 6:30 കഴിഞ്ഞു നടുവ് നിവർന്നെഴുന്നേറ്റപ്പോൾ വീടിൻ്റെ ഗേറ്റ് അടച്ചിട്ടിരുന്നു. ചെവി തുളയ്ക്കുന്ന വിധം ഹോണടിച്ചു. ആരും വന്നില്ല. ഒരു ശാപവാക്കുച്ചരിച്ചുകൊണ്ട് അയാൾ ഇറങ്ങി ഗേറ്റ് തുറന്നു. കാർ പോർച്ചിൽ കൊണ്ടിട്ടു. ടൈയുടെ കെട്ടഴിച്ചുകൊണ്ട് അയാൾ കാറിൽ നിന്നിറങ്ങി. കോളർ നനഞ്ഞിരിക്കുന്നു. "ശങ്കരാ! " പുറം ജോലികൾ നോക്കുന്ന പയ്യനെ അയാൾ ഉറക്കെ വിളിച്ചു. അവൻ വിളി കേട്ടില്ല. "രാമയ്യർ! " വായ്പുകാരനെ വിളിച്ചു. 3 തവണ വിളിച്ചപ്പോൾ ഇടതുകൈയിൽ കരിപുരണ്ട ഒരു തോർത്തും വലതുകൈയിൽ ഒരു തവിയുമായി രാമണ്ണർ മുൻവശത്ത് വന്നു. "എത്ര തവണ ഹോണടിച്ചു? നിങ്ങൾക്കാർക്കെങ്കിലും വന്ന് ഗേറ്റ് തുറന്നുകൂടായിരുന്നോ? " രഘു കയർത്തു. "ഞാൻ അടുക്കളയിലേ ഇരുന്നേൻ, ഹോൺ കേക്കലേ. " രാമയ്യർ പറഞ്ഞു. "ശങ്കരൻ എങ്കേ? " "കുഴന്തകളെ വെളിയിലേ കൊണ്ടുപോയിരിക്കാൻ. " രഘു അകത്തു കയറി. ഡ്രോയിങ് റൂമിലെ നടരാജ വിഗ്രഹത്തിൻ്റെ പുറത്ത് അയാൾ അലക്ഷ്യമായി ടൈ വലിച്ചെറിഞ്ഞു. പൂജാമുറിയിൽ നിന്ന് അമ്മയുടെ ശബ്ദം കേട്ടു. എന്തോ നാമം ചൊല്ലുകയാണ്. "അമ്മാ, കാപ്പി. " രഘു വിളിച്ചു പറഞ്ഞു. അമ്മ ഒരു മന്ദഹാസത്തോടെ പൂജാമുറിയുടെ പുറത്തു വന്നു. "നീ വന്നതേ തെരിയലേ, ജപിച്ചുകൊണ്ടിരുന്നേ. എന്നാ ഇന്നയ്ക്ക് രൊമ്പ താമസിച്ചത്? " "നിറയെ വേല ഇരുന്നതമ്മാ. " അമ്മ സഹതാപപൂർവ്വം രഘുവിനെ നോക്കി. ആ സഹതാപത്തിൻ്റെ പിന്നിലുള്ള ചിന്താഗതി എന്താണെന്ന് അയാൾക്കറിയാമായിരുന്നു. "മോനെ, നീ ഭാഗ്യം ചെയ്യാത്തവനാണ്. ജോലി ചെയ്ത് തളർന്നു വരുമ്പോൾ നിന്റെ ഭാര്യ നിന്നെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നില്ല. അവളുടെ കയ്യിൽ നിന്നും നിനക്ക് എന്നെങ്കിലും ഒരു കപ്പ് കാപ്പി കുടിക്കാനൊക്കുമോ? ഗീത വിമൻസ് ക്ലബ്ബിലായിരിക്കും. അവിടെ കൊണ്ടുവച്ച് റമ്മികളി നടക്കുകയാകും. ക്ലബ്ബിലേക്ക് ആരെങ്കിലും ലിഫ്റ്റ് കൊടുക്കും. തിരിച്ചു കൊണ്ടുവരാൻ രഘു തന്നെ കാറെടുത്തു ചെല്ലണം. 8 മണി കഴിഞ്ഞേ അവൾ മടങ്ങൂ. ജയിച്ച ദിവസങ്ങളിൽ ഗീത യാന്ത്രികമായി സ്നേഹപ്രകടനം നടത്തും. കവിളിൽ തട്ടിക്കൊണ്ട് അവൾ പറയും, "രഘു, മൈ പെറ്റ്, 30 രൂപ കിടച്ചത്. യു ഷുഡ് ഹാവ് സീൻ മിസ്സസ് ബാബൂസ് ഫേസ്. ഷൂ. " ഒരു ചൂളമടിച്ചുകൊണ്ട് രഘുവിൻ്റെ കവിളിൽ ധൃതിയിലൊന്നു ചുംബിക്കും. ഒരു പക്ഷി തിടുക്കത്തിൽ ഒരു നെന്മണി കൊത്തിയെടുക്കും പോലെ. തോറ്റ ദിവസമാണെങ്കിൽ ഒരക്ഷരം പോലും സംസാരിക്കുകയില്ല. വീട്ടിലെത്തിയായുടൻ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കോണിപ്പടി കയറും. അന്ന് ശങ്കരനും രാമയ്യർക്കും നല്ല ശകാരം കിട്ടും. അമ്മ കാപ്പി കൊണ്ടുവന്നു. കുടിച്ചു തീർന്നയുടൻ സെക്രട്ടേറിയറ്റ് വാനിൽ 2 കറുത്ത പെട്ടികൾ നിറയെ ഫയലുകൾ വന്നിറങ്ങി. "ഹോംവർക്ക്. " രഘു അമ്മയെ നോക്കി മന്ദഹസിച്ചു. 7:30 മണി കഴിഞ്ഞിരുന്നു. കുളിക്കണം, വസ്ത്രം മാറണം, ഗീതയെ വിളിക്കാനിറങ്ങണം. രഘു മുകളിലേക്ക് പോയി. കോണിപ്പടിയിൽ അങ്ങിങ്ങ് കുട്ടികളുടെ പുസ്തകങ്ങൾ ചിതറിക്കിടന്നിരുന്നു. രഘു നെറ്റിച്ചുളിച്ചു. "ഇതൊക്കെ ആർക്കെങ്കിലും ഷെൽഫിൽ അടുക്കി വെച്ചുകൂടെ? " "ഓ, അതൊന്നും ഉണ്ടാവില്ല. " ചിതറിക്കിടക്കുന്ന പുസ്തകങ്ങൾ ഒരു പ്രതീകമാണെന്ന് തോന്നി. തൻ്റെ കുട്ടികളുടെ ജീവിതത്തിൻ്റെ പ്രതീകം. രാവിലെ 8 മണി വരെ ഉറങ്ങണമെന്ന് നിബന്ധനയുണ്ട്. രാത്രി വൈകിയിരുന്ന് ജോലി ചെയ്യുകയാണ് പതിവ്. രാവിലെ 8 മണിക്ക് കുട്ടികൾ സ്കൂളിലേക്ക് പോകും. 8-ന് മുമ്പ് ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നില്ലെങ്കിൽ അവർക്ക് ബസ് കിട്ടുകയില്ല. അമ്മയും രാമയ്യരുമാണ് അവരെ ഒരുക്കി അയക്കുന്നത്. എന്തെങ്കിലും കൊത്തി തിന്നിട്ട് ലഞ്ച് ബോക്സും ചഞ്ചിയും ഏന്തി കുട്ടികൾ ശങ്കരൻ ഒന്നിച്ചിറങ്ങും. അജയൻ 3-ാം സ്റ്റാൻഡേർഡിലാണ്, സുമ 1-ലും. അടുത്തു തന്നെ എത്രയോ നല്ല സ്കൂളുകളുണ്ട്. പക്ഷേ അവയ്ക്കൊന്നും തന്നെ പ്രസ്റ്റീജ് ഇല്ല. 9 മൈൽ അകലെയുള്ള സ്കൂളിലാണ് കൊള്ളാവുന്നവരുടെ കുട്ടികൾ പോകുന്നത്. ഇംഗ്ലീഷ് മീഡിയമാണ്. ആംഗ്ലോ ഇന്ത്യൻ അധ്യാപകരുണ്ട്. ഒരിക്കലും രാവിലെ കുട്ടികളെ കാണാറില്ല. അവധി ദിവസങ്ങൾ ഒഴിച്ചാൽ. ഗീതയും അവരെ കാണാറില്ല. തന്നേക്കാൾ അല്പം മുമ്പ് തന്നെ ഗീത ഉണരാറുണ്ട്. മുഖം കഴുകി ബോബ് ചെയ്ത തലമുടി ഒരു വലിയ തൂവാലയിൽ ഒതുക്കി കെട്ടി ഒരു കവിൾ കാപ്പി കുടിച്ച ശേഷം അവൾ വീണ്ടും മെത്തയിൽ വന്നു കിടക്കും. പിന്നെ വായനയാണ്.
ഫെമിനയും സ്റ്റാർ ആൻഡ് സ്റ്റൈലുമൊക്കെ. പുസ്തകങ്ങൾ വളരെ വിരളമായേ വായിക്കൂ. ഒരിക്കലും പെറിമേസന്റെ ലോകം വിട്ട് പുറത്തു ചാടാറില്ല. മെത്തയിൽ കിടന്നുകൊണ്ട് അവൾ അലസ്യമായി വിളിക്കും, അജയ്, സുമ. അജയനും സുമയും അപ്പോൾ സ്കൂൾ ബസ്സിലായിരിക്കും. ഓഫീസിൽ നിന്നും വൈകുന്നേരം മടങ്ങുമ്പോൾ ശങ്കരൻ കുട്ടികളെ എവിടെയെങ്കിലും നടക്കാൻ കൊണ്ടുപോയിട്ടുണ്ടാകും. ജോലി കഴിഞ്ഞ് വൈകി മടങ്ങുന്ന അച്ഛനും വിമൻസ് ക്ലബ്ബിൽ റമ്മി കളിക്കുന്ന അമ്മയ്ക്കും കുട്ടികൾ ഒന്നിച്ച് കുറേ സമയം ചെലവാക്കാൻ സായാഹ്ന വേളകളിൽ സാധിച്ചിരുന്നില്ല. രഘു ഓർത്തു, എത്ര ആർത്തിയോടെയാണ് അജയനും സുമയും ഗീതയുടെ വരവ് കാത്തിരിക്കാറുള്ളത്.